ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോസ്. നമ്മൾ ഇന്ന് വന്നേക്കുന്നത് പുതിയൊരു ടെക് വീഡിയോ ആയിട്ടാണ്. ഈ നമ്മുടെ ടെക് ഐറ്റം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഐഫോണാണ്. ഐഫോണിന്റെ പുതിയതായിട്ട് ഇറങ്ങാൻ പോകുന്നതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഞാനല്ല പറയാൻ പോകുന്നത്, ഒഫീഷ്യൽ പ്രൊമോട്ടർ ആപ്പിളിനെ ഞാൻ വിളിക്കുക. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഒട്ടും സമയങ്ങളാണ് നേരെ നമ്മുടെ വീഡിയോയിലോട്ട്. കമോൺ ഗൈസ്, ലെറ്റ്സ് ഗോ. ഞാൻ ആപ്പിൾ ഒഫീഷ്യൽ പ്രൊമോട്ടറാണ്. ഞങ്ങളുടെ പുതിയൊരു ഫോൺ റിലീസ് ആകാൻ പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് ബെസ്റ്റ് ഫീച്ചേഴ്സ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നതാണ്. അപ്പൊ നമുക്ക് ഒട്ടും സമയങ്ങളാണ്, നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ടോ. ഓക്കെ ഗൈസ്, ഒന്നാമത്തെ ഞാൻ പറയാൻ പോകുന്നതാണ് ഗൈസ്. ഈ കൊല്ലം 2026 ഐഫോണിന്റെ പുതിയൊരു വെർഷൻ ഇറങ്ങാൻ പോണ്. അത് ഏതൊക്കെയാന്ന് വെച്ചാൽ iPhone 18 പ്രോയും iPhone 18 Pro Maxും. ഇത് രണ്ടുമാണ് 2026 ഇറങ്ങാൻ പോകുന്നത്. സെപ്റ്റംബറിലാണ് ഇറങ്ങാൻ പോകുന്നത്. ഓക്കെ, പിന്നെ പക്ഷേ നമ്മളിന്ന് പറയാൻ പോകുന്നത് പ്രോ മാക്സിനും അല്ല, iPhone 18 ഓക്കെ, iPhone 18. പക്ഷേ ഈ ഫോണിൽ ഗൈസ്, ഈ iPhone 18 റിലീസ് ആവണമെന്ന് പറഞ്ഞാൽ അടുത്ത കൊല്ലമാണ്. iPhone 18ഉം iPhone 18eയും ഈ രണ്ട് ഫോണും റിലീസ് ആണെന്ന് പറഞ്ഞാൽ അടുത്ത കൊല്ലവും 2027 ഈ ഫോൺ റിലീസ് ആവുന്നത്. അത് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ്, അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഫൈൻഡ് ചെയ്തുകൊണ്ട് അടുത്ത കൊല്ലത്തേക്ക് ഞങ്ങളത് എക്സ്റ്റെൻഡ് ചെയ്തൊക്കെയാണ്. 18 പ്രോയും 18 Pro Maxും ഈ കൊല്ലം റിലീസ് ആവും, സെപ്റ്റംബറിൽ റിലീസ് ആവും ഈ കൊല്ലോട്ട. മറ്റേത് രണ്ടെന്ന് പറഞ്ഞാൽ അടുത്ത കൊല്ലം 2027 റിലീസ് ആവുള്ളൂ. അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് പറഞ്ഞാൽ iPhone 18 പറ്റി കുറച്ച് ഫീച്ചേഴ്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം ഗൈസ്. ഓക്കെ ഗൈസ്, ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ഗൈസ്, ഈ iPhone 18 ഇല്ലേ, പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ആപ്പിൾ ഫസ്റ്റ് 2 നാനോമീറ്റർ A20 പ്രൊസസ്സറാണ് ഗൈസ്. എന്ന് വെച്ചാൽ ആപ്പിൾ ആദ്യമായിട്ട് ഇറക്കിയ 2 നാനോമീറ്റർ A20 എന്ന് പറഞ്ഞാൽ 2 നാനോമീറ്റർ A20 ഒന്ന് പ്രൊസസ്സറാണ്. ഈ പ്രൊസസ്സറാണ് ആപ്പിൾ ആദ്യമായിട്ട് ഇറക്കിയിട്ട് ഈ ഫോണിൽ കൊടുത്തേക്കുന്നത്, iPhone 18 കൊടുത്തേക്കുന്നത്. 2 നാനോമീറ്റർ A20 എന്ന് പറഞ്ഞ പ്രൊസസ്സർ iPhone 18 കൊടുത്തേക്കുന്നത്. അതാണ് ഈ ഫോണിൻ്റെ പ്രൊസസ്സർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്തതെന്ന് പറയുകയാണെങ്കിൽ ഗൈസ്, ഈ പ്രാവശ്യമില്ലേ iPhone 18 ആയിക്കോട്ടെ, 18 Pro ആയിക്കോട്ടെ, 18 Pro Max ആയിക്കോട്ടെ, ഈ മൂന്നെണ്ണത്തിലും ഡൈനാമിക് ഐലൻഡ് ഇല്ലേ, അത് 35% ഞങ്ങൾ ചെറുതാക്കിയിട്ടാ. 35% ഞങ്ങൾ ആ ഡൈനാമിക് ഐലൻഡ് എന്ന് പറഞ്ഞ സാധനം ചെറുതാക്കിയെന്ന് വെച്ചാൽ അപ്പോൾ സ്ക്രീൻ സ്പേസ് കുറേ കിട്ടുമല്ല. അതുകൊണ്ട് ഞങ്ങൾ സ്ക്രീൻ സ്പേസ് കുറേ കിട്ടാൻ വേണ്ടി ഞങ്ങൾ അങ്ങ് ഡൈനാമിക് ഐലൻഡ് അങ്ങ് ചെറുതാക്കി കളഞ്ഞു, 35% ചെറുതാക്കി കളഞ്ഞു ഈ മൂന്ന് വേരിയൻറ്റിലും. ഓക്കെ, പിന്നെ അടുത്തെന്ന് പറയുന്നത് അപ്ഡേറ്റ്സ് ആണ്. ഈ ഫോണിൽ അപ്ഡേറ്റ് എന്ന് പറയണതില്ലേ, 24 മെഗാ പിക്സൽ ഫ്രണ്ട് ഫേസ് ക്യാമറയാണ് വന്നേക്കണത്. ഓക്കെ 24 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ഫേസ് ക്യാമറയാണ് ഞങ്ങൾ ഇതിൽ അപ്ഡേറ്റ് ആയിട്ട് കൊടുത്തേക്കണം. ഓക്കെ, പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ പിന്നെന്താണ്, പിന്നെ ഗൈസ് ഇത് ഗുഡായിട്ട് നല്ല കാര്യമായിട്ട് പറയുകയാണെങ്കിൽ ഗൈസ്, ഈ പ്രാവശ്യമില്ലേ ഞങ്ങൾ ഈ 3 വേരിയൻറ്റ് ഫോണുകളിലും ഇല്ലേ ഗൈസ്, ബാറ്ററി ഞങ്ങൾ നല്ലോണം എക്സ്റ്റെൻഡ് ചെയ്ത്, എന്ന് വെച്ചാൽ നല്ല രീതിയിൽ വലുതാക്കി, 30% ഞങ്ങൾ വലുതാക്കി കളഞ്ഞു. അതെന്താണെന്ന് അറിയുമോ ഗൈസ്, എന്ന് വെച്ചാൽ ഈ ഫോൺ ഒരു ഡെയിലി യൂസ് ഫോണായിട്ട് ഞങ്ങൾ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ പ്രാവശ്യം ഞങ്ങൾ ഐഫോണിൻ്റെ ബാറ്ററി ഇല്ലേ, 18 ബാറ്ററി, 18 പ്രോയും Pro Maxൻ്റെ ഈ 3 വേരിയൻറ്റിൻ്റെ ബാറ്ററി ഞങ്ങളങ്ങ് വലുതാക്കി, 30% ഞങ്ങൾ വലുതാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി യൂസിന് ഒരു 1.5 ദിവസം 2 ദിവസമൊക്കെ നിങ്ങൾക്ക് ചാർജ് നിന്നോളൂ. നല്ലൊരു കാര്യമല്ലേ, നല്ല വലിയ ബാറ്ററിനെ ആക്കിക്കണം, 30% എക്സ്റ്റെൻഡ് ചെയ്ത് കളഞ്ഞ്. ഓക്കെ, നിങ്ങൾക്ക് അപ്പോൾ കുറേ ദിവസം ഒരു 1.5 ദിവസം 2 ദിവസമൊക്കെ ചാർജ് നിന്നോളൂ, അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. പിന്നെ അടുത്തതെന്ന് പറയണമെന്ന് വെച്ചില്ലേ, ഈ പ്രാവശ്യം ഞങ്ങൾ മെമ്മറിയും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. മെമ്മറി എക്സ്റ്റെൻഡ് ചെയ്തതെന്ന് പറയുന്നത് ഞങ്ങൾ 12 GB ആക്കിയിട്ടുണ്ട്. മെമ്മറി 12 GB മെമ്മറി എക്സ്റ്റെൻഡ് ചെയ്ത് കളഞ്ഞ്. പിന്നെ അടുത്തെന്ന് പറയണമെന്ന് വെച്ചാൽ ഗൈസ്, ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, വേറെ ഒന്നുമല്ല, നമ്മൾ ഈ ഐഫോണൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ആപ്സ് ആയിക്കോട്ടെ, ഫോട്ടോസ് ആയിക്കോട്ടെ, അഡ്വാൻസ് പ്രൈവസി കൺട്രോൾസ് ആയിക്കോട്ടെ ഗൈസ്, ഈ 3 കാര്യങ്ങളും ഇല്ലേ ഈ ഫോണിലില്ലേ ഞങ്ങൾ കൊടുത്തേക്കണം. പവർഫുൾ AI വെച്ചാണ് ഉണ്ടാക്കിക്കണം. പവർഫുൾ AI വെച്ചാണ് ഈ ആപ്സ്, ഫോട്ടോസ്, അഡ്വാൻസ് കൺട്രോൾസ് ഒക്കെ ഇല്ലേ, ഇത് 3 ഞങ്ങൾ ഉണ്ടാക്കിക്കണം എന്ന് പറയണത് പവർഫുൾ AI വെച്ചാണ് ഞങ്ങൾ ഈ പ്രാവശ്യം ഇതിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. iPhone 18 ആയിക്കോട്ടെ, 18 Pro ആയിക്കോട്ടെ, 18 Pro Max ആയിക്കോട്ടെ, പവർഫുൾ AI വെച്ചാണ് ഞങ്ങൾ ഈ പ്രാവശ്യം ഈ ഇറക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ള ആപ്സ്, ഫോട്ടോസ്, അഡ്വാൻസ് പ്രൈവസി കൺട്രോൾസ് ഒക്കെ ഞങ്ങൾ അത്ര പവർഫുൾ ആയിട്ട് തന്നെയാണ് ഇറക്കിയിരിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തെന്ന് പറയുന്നത് ഈ ഫോണിൻ്റെ പ്രൈസ് ഇല്ലേ ഗൈസ്, ഈ ഫോണിൻ്റെ പ്രൈസ് ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല കേട്ടാ. ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. നല്ല രീതിയിൽ തന്നെ ഹൈക്കാവുന്ന പറയണത്, നല്ല രീതിയിൽ തന്നെ കൂടുന്നൊക്കെയാണ് റൂമർ കേൾക്കണത്. എന്താ അവസ്ഥയെന്ന് അറിയില്ല, ആർക്കും അറിയില്ല, എത്ര രൂപ വരുമെന്നൊന്നും അറിയത്തില്ല. ഓക്കെ, പിന്നെ അടുത്തെന്ന് പറഞ്ഞില്ല ഗൈസ്, ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ സൈസ് എന്ന് പറഞ്ഞത് 6.3 ഇഞ്ചാണ്.
6.3 ഇഞ്ച് OLED പ്രോ മോഷൻ ഡിസ്പ്ലേ ആണ് ഈ പ്രാവശ്യം വന്നേക്കുന്നത് ഈ ഫോണിൽ. ഓക്കെ, 6.3 ഇഞ്ച് OLED പ്രോ മോഷൻ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വന്നേക്കണമെന്ന് പറഞ്ഞാൽ. പിന്നെ ഈ പ്രാവശ്യം റാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊടുത്തേക്കണമെന്ന് പറഞ്ഞാൽ 8 GB 9 GB ഒക്കെയാണ് ഞങ്ങൾ ഈ പ്രാവശ്യം ഞങ്ങൾ റാം കൊടുത്തേക്കണത്. ഓക്കെ, 8 GB 9 GB ഒക്കെയാണ് ഞങ്ങൾ റാം കൊടുത്തേക്കണത്. പിന്നെ ഈ ഫോൺ അടുത്ത കൊല്ലം എന്തായാലും ഇറങ്ങുള്ളൂ. iPhone 18 ആയിക്കോട്ടെ 18E ആയിക്കോട്ടെ, എന്തായാലും അടുത്ത കൊല്ലം ഇറങ്ങുള്ളൂ. കാരണം അത് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇറങ്ങുന്നത്. അടുത്ത കൊല്ലം ഇറക്കണം നിങ്ങൾ വിചാരിച്ചത്. പ്രോയും പ്രോ മാക്സും ഈ കൊല്ലം തന്നെ ഇറങ്ങും. എനിക്ക് തോന്നുന്നത് പ്രോ മാക്സ് എന്തായാലും ഒരു ഇപ്പം പുതിയ ഒരു കാര്യങ്ങളും ഇറക്കിയിട്ടില്ല ഗൈസ്, അതുകൊണ്ട് നമുക്ക് അറിയില്ല. പിന്നെ ചാർജർ ആയിക്കോട്ടെ അതിൻ്റെ കാര്യങ്ങളൊന്നും വിശദീകരിച്ചിട്ടില്ല. പിന്നെ ഗൈസ് ഞാൻ പറയട്ടെ, ഈ പ്രാവശ്യമില്ല ഈ ബാറ്ററി ഡ്രെയിൻ ആവുന്ന ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം സോൾവ് ആയിട്ടുണ്ട്. അതങ്ങനെ പുതിയ ടെക്നിക്കൽ ഫീച്ചേഴ്സ് ആണ് സംഭവങ്ങൾ, പുതിയ ടെക്നോളജി ഒക്കെ ആഡ് ചെയ്ത് കുറച്ച് കിടിലം ഫീച്ചേഴ്സ് ഫോണിൽ കൊടുത്തോണ്ട് ഈ ഡ്രെയിൻ ആവുന്ന ഇഷ്യൂല് ഒരു മാക്സിമം തടയും ഗൈസ്. നല്ല രീതിയിൽ തന്നെ ഫോൺ ഡ്രെയിൻ ആവുന്ന ഇഷ്യൂ തടയും. പിന്നെ ഓക്കൻ ലെൻസ് ആണ് ഗൈസ്. എന്ന് വെച്ചാൽ നിങ്ങൾക്കില്ലേ ഈ ക്യാമറ അടക്കുകയും ചെയ്യാം, തുറന്നു വരികയും ചെയ്യും. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഭയങ്കര ഐഫോൺ എന്ന് വെച്ചാൽ ഇങ്ങനെ അടയണതും തുറയണതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. iPhone 18 ഇങ്ങനെ ക്ലോസും ഓപ്പൺ ഒക്കെ ആണത് നിങ്ങൾക്ക് എന്ന് വെച്ചാൽ കാണാനൊക്കെ പറ്റും. ഉള്ളി നോക്കിയാൽ കാണാനൊക്കെ നിങ്ങൾക്ക് പറ്റും, ക്ലോസും ഓപ്പൺ ഒക്കെ ആണത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഗൈസ് ഈ ഫോണില്ലേ iPhone 17 വെച്ച് നോക്കുകയാണെങ്കിൽ iPhone 17 ആ ഒരു ബേസ് മോഡലൊക്കെ തന്നെയാണ്. പക്ഷേ iPhone 17 കുറച്ച് നല്ല വലിപ്പമുണ്ട്. പിന്നെ ക്യാമറ ആയിക്കോട്ടെ ഞങ്ങൾ കുറച്ചും കൂടി തിക്നെസ് കൂട്ടി കൊടുത്തേക്കണം. എന്ന് വെച്ചാൽ കുറച്ചും കൂടി പുറത്തോട്ട് വൈഡായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ മൂന്ന് ക്യാമറ ഞങ്ങളത് പുറത്തോട്ട് കുറച്ച് വൈഡായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തായിരുന്നു, പിന്നെ റൈറ്റ് സൈഡിൻ്റെ പക്കത്തിലാണ് ടോർച്ച് വരുന്നത്, ചെറിയ ഡോട്ടായിരിക്കും ടോർച്ച് വരുന്നത്. പിന്നെ വേറൊരു ഇതും കൂടി വരുന്നുണ്ട്, സ്വിച്ച് പോലെ സ്വിച്ച് അല്ല, ഒരു ചെറിയ ബട്ടൺ പോലെ ഒരു സംഭവം കൂടി വരുന്നുണ്ട്. അതൊക്കെയാണ്. പിന്നെ ഇതിന് കളർ തന്നെയെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, വൈലറ്റ് ഇറങ്ങുന്നുണ്ട്. എന്തോ വൈലറ്റ് ആണ്, ഒരു വൈലറ്റ് ഇറങ്ങുന്നുണ്ട്. പിന്നെ ഗ്രേ ഉണ്ട്, പിന്നെ ലൈറ്റ് ബ്ലൂ. ഇതാണ് മൂന്നെണ്ണം പറയണത്. ഇതിൽ ഏതൊക്കെയായിരിക്കും ഇറങ്ങാൻ പോണത്. അപ്പം എല്ലാവരും ഈ ഫോണ് ഞാൻ എടുക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവർ പറയണമെന്ന് പറഞ്ഞാൽ ഡെയിലി യൂസിന് നിങ്ങൾക്ക് ഇത് നല്ലോണം ഉപയോഗപ്പെടും എന്നൊക്കെയാണ് പറയണത്. ബാറ്ററി ലൈഫ് ആയിക്കോട്ടെ എന്ന് വെച്ചാൽ 1.5 ദിവസം 2 ദിവസമൊക്കെ നിങ്ങൾക്ക് ബാറ്ററി ലൈഫ് കിട്ടും. കാരണം ഒരു ബാറ്ററിയൊക്കെ നല്ല വലിയ ബാറ്ററി 30% എന്തോ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ബാറ്ററി. അപ്പോൾ നിങ്ങൾക്ക് ചാർജ് എത്ര നിന്നോളും. അപ്പം പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ OLED ഡിസ്പ്ലേ ഒക്കെയാണ് വരുന്നത്. മെമ്മറിയും അവർ എക്സ്റ്റെൻഡ് ചെയ്ത് കളഞ്ഞു, 12 GB അവർ ആക്കി കളഞ്ഞു. പിന്നെ ആപ്പിൾ ആദ്യമായിട്ട് ഇറക്കണ ഫസ്റ്റ് ആദ്യമായിട്ട് പ്രോസസ്സറാണ് ഗൈസ് ആപ്പിളിൻ്റെ. മറ്റേ ഏതായിരുന്നു ആപ്പിൾ ഫസ്റ്റ് 2 നാനോമീറ്റർ A20 പ്രോസസ്സർ. 2 നാനോമീറ്റർ A20 പ്രോസസ്സർ അത് ആദ്യമായിട്ട് ഇറക്കണ ഒരു പ്രോസസ്സറാണ്. അതാണ് അത് ഈ ഫോണിൽ കൊടുത്തേക്കണത്. അപ്പം ഞാൻ നിങ്ങളോട് ഇത് എടുക്കണമെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ചോയ്സാണ്. ഇപ്പം ഫോൺ എന്തായാലും ഇപ്പം ഇറങ്ങിയിട്ടില്ല, അടുത്ത കൊല്ലം ഇറങ്ങുള്ളൂ. 2027 എപ്പോഴാണ് ഇറങ്ങണതെന്ന് ചോദിച്ചാൽ അതൊന്നും എനിക്കറിയത്തില്ല. അത് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂ ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്തേക്കണം. അപ്പോൾ പ്രോയും പ്രോ മാക്സും സെപ്റ്റംബറിൽ 7-ാം തീയതി 9-ാം തീയതി തുടങ്ങും. അപ്പോൾ നിങ്ങളതൊന്ന് ഷോപ്പിൽ പോയി ചെക്ക് ചെയ്ത് നോക്കുമോ. പിന്നെ iPhone 18 അടുത്ത കൊല്ലം ഇറങ്ങും. അപ്പോൾ നിങ്ങൾ വാങ്ങാൻ ഡെയിലി യൂസിനൊക്കെ നല്ല ഫോണാണ്. ഓക്കെ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഫീച്ചേഴ്സ് അങ്ങനെ അധികം പുറത്തൊന്നും വിട്ടിട്ടില്ല. പിന്നെ ഫോൺ ചൂടാവണ ഇതൊക്കെ ഉണ്ടല്ലോ ഗൈസ്, ഫോൺ ചൂടാവണ പരമാവധി ഫോൺ ചൂടാവണത് കുറക്കും ഗൈസ്. നല്ല രീതിയിൽ തന്നെ ഫോൺ തന്നെ എൻ്റെ ഉള്ളിൽ കൂളിംഗ് സിസ്റ്റം തണുപ്പിച്ചോളൂ. ഭയങ്കരമായിട്ട് ചൂടാവണം എന്തായാലും ഫോൺ കുറച്ചോളും. നല്ല കൂളിംഗ് സിസ്റ്റം ഒക്കെ ആഡ് ചെയ്തിട്ടൊക്കെയാണ്. അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ അങ്ങനെ ഒന്നും അടിക്കൂല. ഓക്കെ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വന്നേക്കണത്. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ. അപ്പോൾ എനിക്ക് ഇത്ര ഇന്നത്തെ വീഡിയോ പറയാനുണ്ടായുള്ളൂ ഈ iPhone 18 പറ്റി. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ഞാൻ 18 പ്രോനെ പറ്റി ഞങ്ങൾ ഫീച്ചേഴ്സൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത ദിവസം 18 പ്രോൻ്റെ വീഡിയോ ഞാൻ വീണ്ടും വരാം. അപ്പോൾ ഇറ്റ്സ് മീ ആപ്പിൾ സൈനിങ് ഔട്ട് ഗൈസ്. ബൈ.